ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിതാ നല്ല ഒരു പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഒഴിച്ചു കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള വെണ്ടക്ക ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെണ്ടക്ക ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ വഴുവഴുപ്പൊക്കെ ഒന്ന് പോയി കിട്ടോളം നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ആ വെണ്ടക്ക ഇതുപോലെ അങ്ങോട്ട് ആയിട്ടുണ്ട് കേട്ടോ. നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ളത് ഉരുളക്കിഴങ്ങും അതുപോലെ ചെറിയ ഉള്ളി, തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ചെറിയുള്ളി ചേർക്കുന്നതിന് പകരം നമുക്ക് വലിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ആകുമ്പോൾ ഒന്നും കൂടി നമുക്ക് ടേസ്റ്റ് കിട്ടും. അപ്പോൾ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കതൊന്ന് ഇത് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം വഴറ്റിയിട്ട് നമുക്കിത് കുറച്ച് സമയം നമുക്കിതൊന്ന് അടച്ച് വെക്കണം. അടച്ച് വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് ഈ തക്കാളി ഇതൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരുവോളം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതാ തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞിട്ടുണ്ട്. അതേപോലെ കിഴങ്ങും നല്ലോണം വെന്തിട്ടുണ്ട്. കണ്ടോ, തക്കാളിയൊക്കെ നല്ലപോലെ തന്നെ വെന്തിട്ടുണ്ട്. നമുക്ക് അതിലേക്കുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ അതാ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്കുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് സമയം കൂടി അടച്ച് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ളൊരു അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് കുറച്ച് കറിവേപ്പില ആ മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെറിയ ജീരകം ഒരു 1/4 ടീസ്പൂൺ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അരച്ചെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മളെ കറി ഏകദേശമൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ തേങ്ങയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ട് വേണം നമുക്ക് ഇതിലേക്കുള്ള താളിപ്പൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ തേങ്ങ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം തിളക്കട്ടെ. ഇപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഈ കറി ഇങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഇതിലേക്കുള്ള ഉള്ളിയൊക്കെ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി മൂപ്പിച്ചെടുക്കുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഉലുവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മളെ താളിപ്പും റെഡി ആയിട്ടുണ്ട്. നമുക്കിതാ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഒഴിച്ച് കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ് ഈ ഒരു കറിക്ക്. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ചതിന് പകരം നമുക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം. അപ്പോഴും നല്ല രസമാണ് കേട്ടോ കറിക്ക്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിത് കുറച്ച് സമയം അടച്ച് വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷമാണ് പിന്നെ ഇത് ഇളക്കിയാണ്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മളെ കറിക്ക് നല്ലൊരു രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് ഞാനിത് ഇളക്കി എടുക്കുന്നത്.
അങ്ങനെ നമ്മൾ വെണ്ടക്ക ഒഴിച്ച് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.